എന്തോന്ന് കഴിഞ്ഞ് വന്നതിന് ഒരു ഇതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന ശേഷം സമാധാനവും ശാന്തിയും സന്തോഷവും മാത്രമേ ഹാപ്പിയായിരുന്നു. ഞാൻ അവിടെ ഞാനായിട്ട് നിന്നുകൊണ്ട് എനിക്ക് വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇപ്പം കുറെ മൂവീസ് ഒക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടുകൊണ്ട് ഞാൻ ബിഗ് ബോസ് എല്ലാം കാണുന്നില്ല, എന്നാലും കട്ട്സ് കാണാറുണ്ട്. പുറത്തിറങ്ങിയ ശേഷം ജനങ്ങൾ എന്താ പറഞ്ഞു? എല്ലാരും പറഞ്ഞു ലൈക്ക് എനിക്കൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ക്ലാസി ആയിരുന്നു, ഒരു എന്താ പറയാ എത്തിക്സ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് എന്തോ ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സിജോ, ശ്രീതു, അർജുൻ, അപ്സര, ജിൻറ്റപ്പൻ. വീട്ടിൽ നിന്ന് സജഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് പറഞ്ഞു മക്കള് ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല, നല്ലതായിട്ട് നിന്നു എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. അപ്പം എനിക്ക് ബഹളം വെക്കാൻ അത്രയും ട്രിഗർ ആവുന്ന സമയത്ത് ഞാൻ ബഹളം വെക്കാറുള്ളൂ. അപ്പൊ എന്നെ ആരും അത്രയും ട്രിഗർ ചെയ്തിട്ടില്ല. എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളായിട്ട് നിൽക്കണം എന്നാണ്. ഫേക്ക് കാണിക്കാൻ എനിക്കറിയില്ല. ഞാൻ ഫേക്ക് അല്ല. ആയിരിക്കാം, എനിക്കറിയില്ല. ആയിരിക്കാം, ആയിരിക്കാതെ ഇരിക്കാം. അതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം. ഞാനായിട്ട് ഞാനായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ കുടുംബങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും മൈൻഡ് സെറ്റിലുള്ളത് ഞാൻ ഭയങ്കര ക്രൂരയായിട്ടുള്ള ഒരു ആളാണെന്നാണ്. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശരണ്യ ആനന്ദായിട്ട് തന്നെ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ശരണ്യ ആനന്ദ് ഈ പറഞ്ഞ ക്യാരക്ടർ. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓരോ വരക്കിടുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല. നമുക്ക് ഈ 100 ക്യാമറ നമ്മുടെ കണ്ണിലില്ല, നമുക്ക് ആകെ ഒരു ക്യാമറ നമ്മുടെ കണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എന്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത്. ജിൻറ്റപ്പന്റെ കൈയൊക്കെ പുറകിലായിരുന്നു. അപ്പൊ ആര് വലിച്ചു എന്ത് വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സീൻ ദ വീഡിയോസ് ക്ലിപ്സ്. കുറെ ഫാൻസ് അത് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഫാൻസിനൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അവര് കാണിച്ചതിനകത്ത് ജിൻറ്റപ്പൻ അല്ലായിരുന്നു പിടിച്ചിരുന്നത്. സോ ഞാൻ അത് എന്നിട്ടും കണ്ടിട്ട് ജിൻറ്റപ്പനാന്ന് പറഞ്ഞത് എനിക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാളായിപ്പോ. സോ അതെനിക്ക് അക്സെപ്റ്റഡ്. ജിൻറ്റപ്പൻ അല്ല. സോ ഐ അപ്ലോജൈസ്. അല്ല, പുള്ളി കപ്പെടുക്കും എന്നുള്ള തോന്നൽ എന്താന്ന് വെച്ചാൽ ജിൻറ്റപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ജിൻറ്റപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത്. ജിൻറ്റപ്പൻ കപ്പെടുക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയില്ല. ഞാൻ പറഞ്ഞ എന്റെ 3-4 പേരുണ്ട്. സിജോ ഉണ്ട്, അപ്സരയുണ്ട്, അർജുനുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ പേരുണ്ട്. അതിൽ ജിൻറ്റപ്പൻ വരുന്നെങ്കിൽ സന്തോഷം. ജിൻറ്റപ്പൻ ആ ക്വാളിറ്റി ഉണ്ട്. ജിൻഡോ ഫേക്ക് ആയിട്ടല്ല കളിക്കുന്നത്. ജിൻഡോ അപ്പൊ ഒറിജിനൽ ആയിട്ട് ഇങ്ങനെ തന്നെയാണോ ലൈഫില് എനിക്കത് അറിയില്ല. ജിൻറ്റപ്പന്റെ ഗെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ജിൻറ്റപ്പൻ നാച്ചുറൽ ആയിരിക്കാം, ചിലപ്പോ അതായിരിക്കാം. എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് എന്നെ അറിയില്ല. ഗെയിം എന്തായാലും കളിക്കണം. കാരണം അവിടെ ബുദ്ധി ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ. ഗെയിം എന്തായാലും വേണം. നമ്മളുടെ ആയിട്ടുള്ള പ്ലാൻസ് വേണം, സ്ട്രാറ്റജി വേണം, ഐഡന്റിറ്റി വേണം, എല്ലാം വേണം. അതാണ് ബിഗ് ബോസ്. ഇല്ല, എന്റെ സ്ട്രാറ്റജി ഗബ്രി ആയിരുന്നു. ഗബ്രിനെ ഞാൻ പിടിച്ചു. ജാസ്മിൻ ഗബ്രി പ്രണയം സത്യമായിട്ട് ഇനി ഞാൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും കാണത്തില്ല.